Good morning, students. Assalamu alaikum wa rahmatullahi wa barakatuh. Today we are going to discuss about the origin and the development of Islamic Bank. What is Islamic Bank? We know what is Islamic Bank. The Islamic banking system is defined as a banking system whose principles of its operation and activities are founded on Sharia rules. Islam forbids riba, which is called interest, which is includes in the transactions of the conventional banking. So Islamic banking system which is free from riba has to be established for the sake of the ummah. നമുക്കറിയാം എന്താണ് ഇസ്ലാമിക് ബാങ്ക് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമിക് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള റിബ, അതായത് കൺവെൻഷണൽ ബാങ്കിങ്ങിൽ കണ്ടുവരുന്ന എല്ലാ തരത്തിലുള്ള റിബകളും ഒഴിവാക്കിയിട്ടുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ സേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു ബാങ്കിങ് സമ്പ്രദായത്തിനെയാണ് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നത്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ ഒറിജിൻ ഓർ ദ ഹിസ്റ്ററി ഓഫ് ദ ഇസ്ലാമിക് ബാങ്ക്. Actually, the establishment of the first Islamic bank in 1960s. However, the banking activities exist long before the Islamic history. 1960കളിലാണ് ഒരു ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള ഒരു സംഭവം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. എങ്കിൽ പോലും ഈ ബാങ്കിങ് സമ്പ്രദായം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ആക്ടിവിറ്റീസ് ലോങ് ബിഫോർ, ഒരുപാട് മുന്നേ തന്നെ ഇസ്ലാമിക് കൺട്രീസിലും സമൂഹത്തിലും എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് പറയുന്നത്, ബിഫോർ ദ ഇറ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം ദ വർ ട്രേഡ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഇൻ മെക്ക. അതായത് കച്ചവടം, അതായത് മെക്ക എന്ന് പറയുന്നത് ഒരു കച്ചവട സ്ഥലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പേ ഉള്ള കാലഘട്ടത്തിലും മെക്ക എന്ന് പറയുന്നത് ഒരു കച്ചവട സ്ഥലമായിരുന്നു. ആൻഡ് മക്കയിലും മദീനയിലും ഇസ്ലാം റൂട്ടഡ് ആയതിനു ശേഷവും ഈ കച്ചവടം നിലനിർത്തി പോന്നിരുന്നു. അതായത് ദ ആക്ടിവിറ്റീസ് കണ്ടിന്യൂഡ് ഈവൻ ആഫ്റ്റർ ഇസ്ലാം റൂട്ടഡ് ഇൻ മെക്ക ആൻഡ് മദീന. ആൻഡ് ഫ്രം ദ ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ദ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ബാങ്ക് ഡിറൈവ്സ് ഇൻ ടു 3 ഇറ. അതായത് ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ആ ഒരു വരവ് 3 കാലഘട്ടങ്ങളിലാക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഏർലി ഇറ വിച്ച് ഈസ് ദ ഇസ്ലാം until the early era of Islam until the period of Caliphate al-Rashidin. അതായത് ഖലീഫ റാഷിദിൻ്റെ മുമ്പേ ഉള്ള അതുവരെയുള്ള ഇറയാണ് ഏർലി ഇറ എന്ന് പറയുന്നത്. ആൻഡ് മിഡിൽ ഇറ എന്ന് പറയുന്നത് ദ സ്ട്രക്ചേഴ്സ് ഫ്രം ദ ഇറ ഓഫ് ഖലീഫസ് അൻറ്റിൽ ദ ഫാൾ ഓഫ് ഉസ്മാനിയ എംപയർ. അതായത് ഉസ്മാനിയ എംപയറിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടമാണ് മിഡിൽ ഇറ എന്ന് പറയുന്നത്. അതായത് ഖലീഫ റാഷിദ് മുതൽ ഉസ്മാനിയ ഇറ വരെയുള്ളതാണ് മിഡിൽ ഇറ. ആൻഡ് മോഡേൺ ഇറ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ദ ഇറ ഓഫ് മോഡേൺ ഇസ്ലാമിക് ബാങ്ക്സ്. ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് ദ ഏർലി ഇറ. Prophet Muhammad sallallahu alaihi wasallam received the divine revelation in Mecca was a city of trade. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് ഡിവൈൻ റെവല്യൂഷൻ വരുന്നതിന് മുമ്പ് മക്ക എന്ന് പറയുന്നത് എന്താണ്? സിറ്റി ഓഫ് ട്രേഡ്, കച്ചവടത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു. ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് എക്സിസ്റ്റഡ് ഈവൻ ആഫ്റ്റർ ഇസ്ലാം റൂട്ടഡ് ദർ. അതായത് ഇസ്ലാം മക്കയിൽ വളരെ വ്യാപൃതമായപ്പോഴും ഇത്തരത്തിലുള്ള എല്ലാ കച്ചവടങ്ങളും എല്ലാ ട്രേഡുകളും അവിടെ നിലനിന്നിരുന്നു. വൺ ഓഫ് ദ മെയിൻ ആക്ടിവിറ്റീസ് വാസ് സേഫ് കീപ്പിംഗ്. അതായത് അവിടെ നോർമലി വന്നിരുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിരുന്നു സേഫ് കീപ്പിംഗ്. നമുക്കറിയാം, there were activities not against Sharia and the activities against Sharia also existed. അതായത് ഷെരിയ റൂൾസിന് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന ഷെരിയ റൂൾസിന് എതിരെയുള്ള ആക്ടിവിറ്റികളും ഉണ്ടായിരുന്നു, എന്നിൽ ഷെരിയ റൂൾസിൻ്റെ അണ്ടറിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. And with arrival of Islam, the practice of riba no longer permitted in Mecca. അതായത് ഇസ്ലാം വന്നതോടുകൂടി മക്കയിലുള്ള എല്ലാ കച്ചവടങ്ങളിൽ നിന്നും എല്ലാ എക്കണോമിക് ആക്ടിവിറ്റികളിൽ നിന്നും റിബ എന്നുള്ളതിനെ ഒഴിവാക്കൽ നിർബന്ധിതമാക്കി. നെവർത്തലെസ് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഷെരിയ റൂൾസ് ആർ അലൗഡ്. അതായത് ഷെരിയ റൂൾസിനെ ഗണ്ണിക്കാത്ത എല്ലാ തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റികളും എന്താക്കി കൊടുത്തു? പെർമിറ്റ് അല്ലെങ്കിൽ അലൗ ചെയ്തു കൊടുത്തു. സോ ഇതാണ് ഒരു ഏർലി ഇറയിൽ ഉണ്ടായിരുന്ന ഒരു നോർമൽ ബാങ്കിങ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് ഇറ വാസ് ദ മിഡിൽ ഇറ.
It began with the end of the Caliphate Usman in the year of 6061 AC. The AC 661 ഖലീഫ ഉസ്മാൻ്റെ ഭരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് ഈ മിഡിൽ ഇറ എന്ന് പറയുന്നത്. ഇറ്റ് വിറ്റ്നസ്ഡ്, അത് ഇത്തരം കാലഘട്ടത്തിൽ ഇറ്റ് വിറ്റ്നസ്ഡ് ദ കണ്ടീഷൻ ഓഫ് ദ ബാങ്കിങ് പ്രാക്ടീസസ് വിച്ച് വേർ പ്രാക്ടീസ്ഡ് ഇൻ ദ ഏർലി ഇറ ഓഫ് ഇസ്ലാം. അതായത് ഏർലി ഇറ ഓഫ് ഇസ്ലാമിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഈ മിഡിൽ ഇറയിലും ചെയ്തു പോന്നിരുന്നു. With the fall of Islamic Empire and follow with the fall of Roman Empire, there were the significant adverse impact on the economic activities of Muslim countries. അതായത് ഇസ്ലാമിക് എംപയറിൻ്റെ ഫാളോടുകൂടി അതിനനുസരിച്ച് റോമൻ എംപയറും എന്തായി ഫാൾ. ഇതിൻ്റെയും രണ്ടിൻ്റെയും ഒരു അവസാനം അല്ലെങ്കിൽ ഒരു ഫാളോടുകൂടി എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇസ്ലാമിക് എക്കണോമിക് ആക്ടിവിറ്റീസിന് ഉണ്ടായിരുന്ന ആ ഒരു സിഗ്നിഫിക്കൻസ് കുറഞ്ഞു തുടങ്ങി. പകരം നോർമൽ എക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് കൺവെൻഷണൽ എക്കണോമിക് ആക്ടിവിറ്റീസ് മുസ്ലിം കൺട്രീസിലേക്ക് കൂടുതൽ വന്നു തുടങ്ങി. The European countries in 12th century revived the economic and expand to the Muslim countries. So യൂറോപ്യൻസ് ആണ് ഈ ഇസ്ലാമിക് എംപയറിനെയും മുസ്ലിം എംപയറിനെയും റോമൻ എംപയറിനെയും പിടിച്ചെടുത്തതിന് ശേഷം അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് അവർ മുസ്ലിം കൺട്രീസിലേക്കും റോമൻ കൺട്രീസിലേക്കും ഒക്കെ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. സോ ഇസ്ലാമിക് എക്കണോമിക്സ് ഫെയിൽ ടു എക്സ്പാൻഡ് ഓൺ ദാറ്റ് ഇറ. സോ ഇസ്ലാമിക് എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് ഇസ്ലാമിക് എക്കോണമിക്സ് ആ ഒരു കാലഘട്ടത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയാതെ പോയി. However, the development of Islamic banking system took place of fatwa Muslims juries pertaining to issues of muamala, particularly those involving riba. അതായത് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ മുസ്ലിം ജൂറിസ്റ്റിനും പുതിയ പുതിയ ഫത്വകൾ ഇറക്കാൻ തുടങ്ങി. അതായത് ഇസ്ലാമിക് മുആമലാത്തിൽ അവർ വരുത്തുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ഒരുപാട് ഇഷ്യൂസ് വന്നു തുടങ്ങി. അതായത് എല്ലാ ഫിഖ് മുആമലാത്തുകളിലും അവർ പറയപ്പെടുന്ന എല്ലാ എക്കണോമിക് ആക്ടിവിറ്റികളിലും റിബയുടെ അംശം വന്നു തുടങ്ങി. സോ ദേ ആർ ഫെയിൽഡ് ടു ഓവർകം ദിസ് എക്കണോമിക് പ്രോബ്ലംസ്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ഇറ ആണ്. ദ മോഡേൺ ഇറ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വളരെ ഡെവലപ്പായി വന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഇറ, ഈ മോഡേൺ ഈ ന്യൂ ജനറേഷൻ ഇറയെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ദ മോഡേൺ ഇറ ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മിത് ഗമർ സേവിങ്സ് ബാങ്ക് ഇൻ 1963. അതായത് ഈജിപ്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മിത് ഗമർ സേവിങ്സ് ബാങ്കിലോട് കൂടിയാണ് ഈ ഒരു ന്യൂ മോഡേൺ ഇറയ്ക്ക് സ്റ്റാർട്ടിങ് കുറിച്ചത്. അതായത് 1963 മിത് ഗമർ സേവിങ്സ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. However, it does not mean that no earlier attempts are not made. എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഈ ഒരു മിത് ഗമർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വേറെ ഒരു ബാങ്കും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടന്നിട്ടില്ല എന്നുള്ളതല്ല. ഇതിന് മുമ്പേയും പലതും നടന്നിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫെയിലായിപ്പോയി. സോ മിയർലി സക്സസ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നത് മിത് ഗമറാണ്. അത് ഈജിപ്തിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ബേസിക് ഇസ്ലാമിക് ബാങ്കിങ് സർവീസസുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ്, ലോൺസ്, ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ സോഷ്യൽ സർവീസ്. ഇത്തരത്തിലുള്ള ബേസിക് ഇസ്ലാമിക് ബാങ്കിങ് സർവീസസുകളാണ് അവിടെ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആൻഡ് ദ യൂസ് ദ ഷെരിയ റൂൾസ് വിച്ച് വെൽ റിസീവ്ഡ് ബൈ ദ ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് ഫാമേഴ്സ്. സോ ഇവർ ഉപയോഗിച്ചിരുന്ന ഇസ്ലാമിക് റൂൾസ് അല്ലെങ്കിൽ ഷെരിയ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ളതും അവിടുത്തെ ഫാമേഴ്സിനും ഒക്കെ മനസ്സിലാവുന്ന, അവർക്കും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഇസ്ലാമിക് ഷെരിയ റൂൾസ് മാത്രമേ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് ഇവർ കൊണ്ടുവന്നിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇൻ ദ മിഡ് ഓഫ് 1967 by the political unrest in Egypt, the operations of Milgama Savings Bank were taken over by National Bank of Egypt. അതായത് ഒരു 1967 ഒരു പകുതിയോടുകൂടി ഈജിപ്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് മൂലം ഈ മിത് ഗമർ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ എല്ലാ ഓപ്പറേഷൻസും അവിടുത്തെ നാഷണൽ ബാങ്ക് ഓഫ് ഈജിപ്തിൻ്റെ അണ്ടറിൽ വന്നുപെട്ടു. സോ അതുമൂലം ദ ഇൻട്രസ്റ്റ് ഫ്രീ ആക്ടിവിറ്റീസ് വേർ റിവേർട്ടഡ് ഇൻ ടു ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റം. സോ ഇൻട്രസ്റ്റ് ഫ്രീ ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടായിരുന്ന മിത് ഗമറിലെ എല്ലാ ആക്ടിവിറ്റീസും ഇൻട്രസ്റ്റ് ബേസ്ഡ് ആക്ടിവിറ്റീസായിട്ട് മാറാൻ തുടങ്ങി.
After all, the interest-free based banking were studied by Muslim scholars in all around the world. സോ ഇതിൻ്റെ ഒരു മുഖേന ഈ ഒരു കാരണം മുഖേന വേൾഡിലുള്ള എല്ലാ മുസ്ലിം സ്കോളേഴ്സും ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് സിസ്റ്റം എങ്ങനെ കൊണ്ടുവരണമെന്നും എങ്ങനെ എസ്റ്റാബ്ലിഷ്, അതായത് ഫുള്ളി ഫങ്ഷനായിട്ട് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും പഠിച്ചു തുടങ്ങി. So they found that the problems are the scarcity and the unavailability of proper guidelines concerning the principle and the practice of the interest-free banking. So അവർ കണ്ടെത്തിയ ആദ്യത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേഴ്സിറ്റി, അതുപോലെ തന്നെ ദ അൺഅവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ഗൈഡ് ലൈൻസ്. അതായത് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ആക്ടിവിറ്റി, ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് ആക്ടിവിറ്റി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ള പ്രോപ്പർ ഗൈഡ് ലൈൻസിൻ്റെ സ്കേഴ്സിറ്റിയാണ് ഒരു ഇസ്ലാമിക് ബാങ്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ബാങ്കിങ്, ഒരു ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മുന്നിൽ നിന്നത്. സോ ദ ഫസ്റ്റ് ടാസ്ക് ടു ഫോർമുലേറ്റ് ദ ഗൈഡ് ലൈൻസ് ആൻഡ് ദ ഫ്രെയിംവർക്ക് ഓൺ ദ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് സിസ്റ്റം. സോ അവരുടെ മുന്നിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ടാസ്ക് എന്നുള്ളത് ഇതിനു വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. സോ അവരതിന് വേണ്ടി ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുകയും അതിൽ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിലും എങ്ങനെ ഇൻട്രസ്റ്റ് ഫ്രീ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ പഠിക്കുകയും അത് മുഖേന ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് സിസ്റ്റം ആസ്പെക്ട്സുകൾ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. സോ ദ നീഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം റീച്ച് ഇറ്റ്സ് പീക്ക് അറ്റ് 1970. അതായത് 1970 സമൂഹത്തിൽ അല്ലെങ്കിൽ എല്ലാ മുസ്ലിം സ്കോളേഴ്സിൻ്റെ ഇടയിലും ഇസ്ലാമിക്, അതായത് മുസ്ലിം കച്ചവട ബിസിനസ്സുകാരുടെ ഇടയിലൊക്കെ ഒരു ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം വേണം എന്നുള്ള ഈ ഒരു ആവശ്യകത അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പീക്കിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരു 1970. So the action were taken by the private initiative rather than the government. So ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദ കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് അൽ സ്വാദ്, അതായത് ദ ലേറ്റ് സൗദി അറേബ്യൻ കിങ്, established the Organization of Islamic Countries (OIC) and argued Muslim countries to set up their own Islamic banking system. So സൗദി കിങ് ആയിട്ടുണ്ടായിരുന്ന, അതായത് ലേറ്റ് സൗദി കിങ് ആയിരുന്ന സൗദി അറേബ്യൻ കിങ് ആയിരുന്ന ദ കിങ് ഫൈസൽ അബ്ദുൽ അസീസ് അൽ സൗദ്, അവർ ഒരു OIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് സെറ്റപ്പ് ചെയ്യുകയും എന്നിട്ട് എല്ലാ മുസ്ലിം കൺട്രീസിനോടും അവരുടേതായിട്ടുള്ള ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു നിബന്ധന മുന്നോട്ട് വെക്കുകയും ചെയ്യും. സോ ഇതിൻ്റെ റിസൾട്ട് പരമായിട്ട് 1975 ദ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് IDB എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആഫ്റ്റർ ഓൾ 1975 തന്നെ ദുബായ് ഇസ്ലാമിക് ബാങ്കും എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് വന്നു. സോ അതുപോലെ തന്നെ ഫൈസൽ ഇസ്ലാമിക് ബാങ്ക് ഇൻ ഈജിപ്ത് 1977 അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആൻഡ് ആഫ്റ്റർ ഓൾ ബാങ്കിങ് ഇസ്ലാം മലേഷ്യ ബെർഹാത്ത് 1983 മലേഷ്യയിലുള്ള ബാങ്ക് ഇസ്ലാം മലേഷ്യ ബെർഹാത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അതുപോലെ തന്നെ ഇസ്ലാമിക് ഇൻ്റർ ബാങ്ക് മണി മാർക്കറ്റ് ഇൻ 1994 1994 ഇസ്ലാമിക് ഇൻ്റർ ബാങ്ക് മണി മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാത്തിനും പുറമെ ഇതിനൊക്കെയുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ AOFI 1990s എസ്റ്റാബ്ലിഷ്ഡ് ആയി. സോ ഇതാണ് ഒരു ഒറിജിൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന് നമുക്ക് പറയാം. സോ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. താങ്ക് യു സ്റ്റുഡൻസ്.